മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പ് ഈ മാസം താമസയോഗ്യമാകില്ല. ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ 40 മാത്രമാണ് താമസയോഗ്യമായിട്ടുള്ളത്. മെയ് 20 എല്ലാ വീടുകളും പൂർത്തിയാക്കുമെന്നാണ് പുതിയ വാഗ്ദാനം. വിഷു അവധിയും തൊഴിലാളികളുടെ കുറവും പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയതുമാണ് പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കിലുള്ള പ്രധാനപ്പെട്ട കാരണം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, എന്താണെങ്കിലും ഈ ഒരു ദുരന്തം നടന്ന നാളുകളായി തങ്ങൾക്ക് അവകാശപ്പെട്ട വീടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ പാവം മനുഷ്യർ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി അവതരിപ്പിച്ചതും ഈ മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് തന്നെയാണ്. അതിനിയും വൈകിക്കൂടാ. എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴത്തേക്ക് ഈ പണി പൂർത്തിയായി, മുഴുവൻ വീടുകളുടെയും പണി പൂർത്തിയായി ഇവർക്ക്, ഈ ദുരന്തബാധിതർക്ക് ആ സ്വന്തം വീട്ടിൽ കയറി താമസിച്ചു തുടങ്ങാൻ കഴിയും? ഷിയാസ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ഉദ്ഘാടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്ന്, അതായത് വിഷുവിന് ഈ കുടുംബങ്ങൾക്കൊക്കെ തന്നെ ഈ വീടുകളിൽ കയറി കൂടാൻ സാധിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. അത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സർക്കാർ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിഷു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതിൽ ഒരു കുടുംബത്തിന് പോലും ആ വീടുകളിൽ കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല 178 വീടുകളാണ് അവിടെ ഫസ്റ്റ് ഫേസ് എന്ന നിലയ്ക്ക് ആദ്യഘട്ടമായിട്ട് അവിടെ കയറിക്കൂടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 40 മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വാസയോഗ്യമായിട്ടുള്ളത്. ബാക്കി വീടുകളൊന്നും തന്നെ വാസയോഗ്യമല്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം അവർ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജില്ലാ കളക്ടറെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മെയ് 1 തീയതിയെങ്കിലും ഇതിന്റെ മുഴുവൻ പണിയും പൂർത്തിയാക്കി ആളുകളെ മുഴുവനും അവിടെ താമസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിൽ കയറിക്കൂടാനുള്ള അവസരമൊരുക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. നമുക്കറിയാം മഴക്കാലം വരാനിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മഴയ്ക്കെങ്കിലും, കഴിഞ്ഞ മഴക്കാലത്താണ് ഈ വലിയ ദുരന്തം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ കണ്ട മനുഷ്യരുടെയൊക്കെ തന്നെ കിടപ്പാടങ്ങൾ ഒലിച്ചു പോവുകയും അവരുടെ ബന്ധുക്കളെയൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അടുത്ത മഴക്കാലത്ത് നിങ്ങൾ എല്ലാവരും സ്വന്തം കൂരകളിലായിരിക്കും എന്നതായിരുന്നു സർക്കാർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വലിയ ഉദ്ഘാടനമൊക്കെ കഴിച്ചെങ്കിലും അത്തരത്തിൽ ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഇതുവരെ പാലിക്കാൻ സർക്കാരിനായിട്ടില്ല എന്നുള്ളത് ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ പണികളൊക്കെ തന്നെ പൂർത്തിയാക്കി മെയ് 1 തീയതി ഈ കുടുംബങ്ങളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കും എന്ന വാഗ്ദാനമാണ് പുതുതായിട്ട് ഇപ്പോൾ സർക്കാർ പറയുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ശരിയാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം പണിക്കാർ, അതായത് ഈ ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം കാര്യമായിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ജീവനക്കാരൊന്നും തന്നെയില്ല. ഈ പശ്ചിമ ബംഗാൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറെ ജീവനക്കാർ അങ്ങനെ പോയി. അതുപോലെ തന്നെ വിഷുവിന്റെ അവധിയായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവനക്കാരുടെ ക്ഷാമം വലിയ രീതിയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെയ് 1 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണം. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി കെ രാജനെയും ഒക്കെ ദുരന്തബാധിതരായ മനുഷ്യർ നന്ദി പറയുന്നതിന് വേണ്ടി വലിയ സ്നേഹത്തോടി കൂടി വന്ന് കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും സർക്കാർ ഒരു ആലസ്യത്തിലേക്ക് പോകാൻ പാടില്ല. മെയ് 1 തീയതി തന്നെ അവകാശപ്പെട്ട വീടുകളിൽ സ്വന്തം കൂരയിൽ കയറി അന്തി ഉറങ്ങാനുള്ളൊരു ഭാഗ്യം, അതിനുള്ളൊരു സാഹചര്യം ഈ പാവങ്ങൾക്ക് ഒരുക്കി നൽകേണ്ടതാണ്.